ഹേ ഗായ്സ്, വീട്ടിലാണ് ഇത്തി നാത്തൂനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചുമ്മാ എറണാകുളമൊക്കെ വരെ പോയി ഇലൂലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. വണ്ടി കയറിയപ്പോ മുതൽ ഒരാൾ ഉറങ്ങാനുള്ള മൂഡിലാട്ടോ. ഇവനാണെങ്കിൽ വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു 5 മണിയൊക്കെ ഉണ്ടായിരുന്നു. ചായ കുടിച്ചിട്ടൊന്നല്ലാട്ട് ഇറങ്ങിയത്. അപ്പൊ പോണ വഴിക്ക് ഒരു ബജിക്കട കണ്ടുട്ടാ. അപ്പൊ അവിടെ നിർത്തിയിട്ട് മുളക് ബജിയും കായ ബജിയും പിന്നെ കോളിഫ്ലവർ ഒക്കെ മേടിച്ചുട്ടാ. അപ്പൊ തന്നെ ഞങ്ങൾ അത് വണ്ടിയിൽ നിന്ന് അകത്താക്കിട്ടോ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങാൻ പോണൊക്കെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ വണ്ടിയിൽ എനിക്ക് ഇത്തിരി ടാസ്ക് ആട്ടോ. കുറെ നേരം ഇരുന്ന് കഴിയുമ്പോ എനിക്ക് ആകെ ബുദ്ധിമുട്ടാ. അതും എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഫുൾ ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ഞങ്ങൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അന്നത്തെ ദിവസം ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞങ്ങളാണ് എറണാകുളത്തേക്ക് പോകണമെന്ന് വെച്ച് ഇറങ്ങിയതല്ല, ചുമ്മാ ഒന്ന് ഇറങ്ങിയതാ. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോ ഒരു 7 മണിയൊക്കെ ആയി. ഈ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായിട്ടാ. എനിക്കാണ് എഡിറ്റ് ചെയ്തിടാൻ വേറെ ഒന്നിനും സമയമില്ല. നമ്മളാണ് ഈ പുതിയൊരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയിട്ടാ. അപ്പൊ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കിക്കോളൂ. നമ്മുടെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചെന്ന്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോണേക്കാളും മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ, ഒരു ഷോപ്പ് തുടങ്ങണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നൊക്കെ. ഇപ്പൊ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോ അതുകൊണ്ടാട്ടോ ഒരു ചെറിയൊരു ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ലുലുന്നൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടാ. ഒരു ലെയിം മേടിച്ചു, പിന്നെ അവന് 2 ജോഡി ഡ്രസ്സും മേടിച്ചു. അവന് ഡ്രസ്സ് എടുക്കണം എന്ന് വെച്ച് കയറിയതൊന്നല്ല കേട്ടാ. അപ്പൊ ചുമ്മാ എന്നെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായത് ഞാൻ എടുത്തു. പണ്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എനിക്കാട്ടോ ഞാൻ എടുക്കാറ്. ഇപ്പോ ബാഗോ ഡ്രസ്സോ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കും. പക്ഷെ ഇപ്പൊ ഫസ്റ്റ് ഞാൻ അവനാ നോക്കാറ്. ഇത് 2 വട്ടം അവനെ എടുത്തത്. പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു ഇവന് എന്തോരായിന്ന്. ഇവന് ഇപ്പൊ ഒരു 5 മാസം ആവാറായി. പിന്നെ ഇവന് ഹോസ്പിറ്റലിൽ വന്ന വീഡിയോ ഇട്ടപ്പോ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ അങ്ങനെ ബ്ലഡ് കുറവാന്ന് അറിഞ്ഞേന്ന്. നമ്മൾ വെറുതെ ചെക്കപ്പിന് വേണ്ടി പോയിപ്പോ ഇവനെ കണ്ടിട്ട് ബ്ലഡ് കുറവുണ്ട്, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോഴാട്ടോ ബ്ലഡ് കുറവുണ്ടെന്ന് അറിഞ്ഞേ. പിന്നെ കുറെ നേരം ലുലുലൊക്കെ കറങ്ങി ഞങ്ങൾ വേഗം ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ടാ. ഞങ്ങൾ എടപ്പള്ളിയിലുള്ള അറേബ്യൻ പാലസിലായിരുന്നോട്ടോ പോയത്. ഞങ്ങൾ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നുട്ടോ, കാലും കുത്താൻ സ്ഥലം ഉണ്ടായില്ല. അപ്പൊ അവര് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പൊ ഞങ്ങൾ ഈ ഐസ്ക്രീമും ഈ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമിന്റെയും ജ്യൂസിന്റെയും ബില്ല് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. എന്നിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള മന്തിക്കടയിൽ കയറിയിട്ടാ. അവിടെയാണ് ഇതിലും വലിയ തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്കാണ് വെയിറ്റ് ചെയ്യാൻ തീരെ സമയം ഉണ്ടായില്ല കേട്ടാ. പിന്നെ ഇത്ര തിരക്കിൽ അവനെയും കൂടി ഇരിക്കാൻ പറ്റില്ല. അവനങ്ങനെ കരഞ്ഞാ പിന്നെ തീർന്നു. അപ്പോഴേക്കും രാത്രി 10 മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഞങ്ങളാണ് ഇവന്നേക്ക് ഫുഡ് അടിക്കാനുള്ള കടയൊക്കെ നോക്കിയായിട്ട് വന്നേ. അങ്ങനെ ഞങ്ങൾ സോഫി മന്തി കയറി. പിന്നെ ഞങ്ങൾ മന്തി കഴിക്കാനുള്ള പ്ലാൻ ആയിട്ടൊന്നല്ല കേട്ടാ വന്നേ. പിന്നെ കട നോക്കി വന്നപ്പോ മന്തിക്കട ആയിരുന്നു മാത്രം. ഞങ്ങളെല്ലാരും പെരി പെരി അൽഫാം മന്തി ആട്ടോ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ മന്തി കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ വണ്ടിയിൽ ഇരുന്ന അവൾമാരൊക്കെ പൂര പാട്ട് പാടലായിരുന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.